അന്തരിച്ച പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണൻ്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനമായ സ്മൃതി പഥത്തിൽ ആണ് സംസ്കാര ചടങ്ങുകൾ. ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും സംസ്കാരം. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാലൊപ്പം ചേരുന്നു. ഗോകുൽ, പറയൂ. MGSന്റെ മൃതദേഹം കോഴിക്കോട് മാവൂർ റോഡിലുള്ള സ്മൃതിപഥത്തിൽ സംസ്കരിക്കും. മൃതദേഹം ഇപ്പോൾ ശ്മശാനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. സർക്കാരിന് വേണ്ടി അദ്ദേഹം അറിയിപ്പ് സമർപ്പിക്കും. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ വന്നിരുന്നു. മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിരുന്നു. ചരിത്ര ലോകത്തിന് തീരാ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്ന പ്രതികരണമാണ് അദ്ദേഹത്തെ കാണാൻ എത്തിയിട്ടുള്ള ആളുകൾ എല്ലാവരും നടത്തിയിട്ടുള്ളത്. രാവിലെ 9:52 കൂടിയിട്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിൽ വെച്ച് അദ്ദേഹം യാത്ര പറയുന്നത്. ഒരുപാട് നാളുകളായിട്ട് പലതരത്തിലുള്ള അസുഖത്തെ തുടർന്ന് ചികിത്സയിലും വീട്ടിലും ആശുപത്രിയിലും ഒക്കെ ആയിട്ട് വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. വർഷങ്ങളായി പലതരത്തിലുള്ള അസുഖ സംബന്ധമായ അസുഖങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്താണ് ഇന്ന് രാവിലെ 9:52 കൂടി അദ്ദേഹം വിടവാങ്ങുന്നത്. തന്റേതായ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ ഒരു വ്യക്തിയായിരുന്നു MGS. ഈ ഇടതു ചരിത്ര ഗവേഷകന്മാരൊക്കെ അസാമാജിത്വം വെച്ചു തോന്നിരുന്ന കാലഘട്ടത്തിൽ പോലും തന്റെ അഭിപ്രായങ്ങൾ വെട്ടി തുറന്നു പറയുന്നത് മൂലം എന്നും ആക്രമിക്കപ്പെടുകയും ശ്രദ്ധിക്കപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു MGS എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതം അടയാളപ്പെടുത്തുന്നത്. EMSനെ പോലും വിമർശിച്ചാൽ അദ്ദേഹം പല ഘട്ടങ്ങളിലും ധൈര്യം കാണിച്ചിരുന്നു. നമുക്ക് അറിയാവുന്നതാണ്. EMS അദ്ദേഹത്തിന്റെ സ്വത്തുക്കളൊക്കെ പാർട്ടിക്ക് എഴുതി നൽകിയതിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രചാരണങ്ങൾ CPMന്റെ ഒക്കെ ഭാഗത്ത് ഉണ്ടായപ്പോൾ അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാൻ MGS ശ്രദ്ധ ചെലുത്തിയിരുന്നു. അതിനാൽ തന്നെ ഇടതു ചരിത്രകാരന്മാർക്കും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനുമൊക്കെ ഇന്നും അനഭിമുഖനായ ഒരു വ്യക്തിയായിരുന്നു MGS എന്ന് നമുക്ക് അറിയാവുന്നതാണ്. പല ഘട്ടങ്ങളിലും ഇപ്പോൾ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അത് സ്വാതന്ത്ര്യ സമരത്തിനപ്പുറത്തേക്ക് ഒരു ഹിന്ദു വിരുദ്ധ കലാപമായിരുന്നു എന്ന് വിളിച്ചു പറയാൻ MGS ശ്രദ്ധിച്ചിരുന്നു. അല്ലെങ്കിൽ അത്തരം അഭിപ്രായം പങ്കുവെക്കുന്നതിന് അദ്ദേഹത്തിന് മറ്റൊന്നും തടസ്സമായിരുന്നില്ല. വാര്യംകുന്നം കുഞ്ഞഹമ്മദ് ഹാജിയെ സ്വാതന്ത്ര്യ സമര സേനാനിയായി ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിരുന്നു. അത്തരത്തിൽ എല്ലാ കാലഘട്ടത്തിലും തന്റെ നിലപാടുകൾക്കൊപ്പം സഞ്ചരിച്ചൊരു വ്യക്തിയായിരുന്നു. ആർക്കും വേണ്ടി എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ വ്യത്യസ്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എല്ലായ്പ്പോഴും എല്ലാ വാദങ്ങൾക്കും മറുപടി പറഞ്ഞിരുന്നത് ലേഖനങ്ങൾ കൂടിയും അല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കൂടിയും ഒക്കെയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ തന്നെ ഗ്രന്ഥങ്ങൾ പല പ്രശ്നങ്ങൾക്കും പ്രശ്ന പരിഹാരത്തിനായിട്ട് റഫർ ചെയ്യുന്ന ഗ്രന്ഥങ്ങളൊക്കെയായി മാറിയിട്ടുണ്ട്. ഏകദേശം 200-ലധികം ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും ഒക്കെ MGS എഴുതിയിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, സംസ്കൃതം ഭാഷകളില് ബ്രഹ്മി, വസ്തുവിത്ത് ഗ്രന്ഥലിപികളിലുമൊക്കെ അവഗാഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ശിലാരേഖ വർഷത്തിലും അദ്ദേഹം പരിശീലനം നേടിയിട്ടുണ്ട്. അദ്ദേഹം തന്റെ 22ാം വയസ്സിലാണ് ഈ ചരിത്ര വിഭാഗത്തിലേക്ക് എത്തുന്നത്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ MA ഇംഗ്ലീഷിൽ പഠിക്കാൻ വേണ്ടി അപേക്ഷ നൽകുകയും എന്നാൽ അവിടെ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ലഭ്യമാകാത്ത സാഹചര്യത്തിൽ ഹിസ്റ്ററി ആയിരുന്നു ലഭിച്ചത്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറിയത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. MA ഇംഗ്ലീഷിന് വേണ്ടി അപേക്ഷിക്കുന്നു. അവിടെ ചരിത്ര പഠനത്തിന് അദ്ദേഹത്തിന് അഡ്മിഷൻ ലഭിക്കുന്നു. ചരിത്ര പഠനം 1ാം റാങ്കോട് കൂടി മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് അദ്ദേഹം പാസ്സാവുന്നു. 22ാം വയസ്സിൽ ചരിത്ര അധ്യാപകനായി ജോലി ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ടുള്ള MGSന്റെ ജീവിതമൊക്കെ ഒരു വിസ്മയകരമായ രീതിയിലായിരുന്നു എന്ന് പറയാം. പക്ഷേ തന്റെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ തേടിയെത്താത്ത ഈ ചരിത്ര മേഖലയിൽ അദ്ദേഹത്തെ തേടിയെത്താത്ത സ്ഥാനങ്ങളൊന്നുമില്ലായിരുന്നു തന്നെ പറയാം. ICHRന്റെ മെമ്പർ സെക്രട്ടറിയായി അദ്ദേഹം ഏറെക്കാലം പ്രവർത്തിച്ചു. ICHRന്റെ ചെയർമാൻ ആയിരുന്നു. അങ്ങനെ എല്ലാ നിലയിലും MGS ചരിത്ര ഗവേഷണ രംഗത്ത് തന്റേതായ അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടാണ് വിടവാങ്ങുന്നത് എന്നുള്ളതാണ്. തന്റെ 93ാം വയസ്സിലാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. പക്ഷം പിടിക്കുന്ന ചരിത്രകാരന്മാരിൽ നിന്നും ഒന്നും MGSനെ വ്യത്യസ്തനാക്കി. അതുകൊണ്ടാണ് MGSന്റെ പേര് എല്ലാ കാലത്തും ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നത്. ചരിത്രപരമായ വിഷയങ്ങളിൽ സംശയം ഉണ്ടാകുന്ന സമയത്തൊക്കെ മലയാളികളും രാജ്യവും ഒക്കെ കാതോർത്തിട്ടുള്ളത് MGS എന്ത് പറയുന്നു എന്നത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മലബാർ കലാപ വിഷയത്തിലൊക്കെ ഏകപക്ഷീയമായ നിലപാടുകളുമായിട്ട് പല ആളുകളും പോയ സമയത്ത് അത് സ്വാതന്ത്ര്യ സമരത്തിനപ്പുറത്തേക്ക് അതിലൊരു ഹിന്ദു വിരുദ്ധതയുടെ പശ്ചാത്തലമുണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ മറ്റു ചരിത്രകാരന്മാരോ ആരും നടത്തിയിട്ടില്ല. MGS തന്നെ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. 99% ചരിത്രകാരന്മാരും ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന് അതീതനായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ താൻ ഒരുപാട് വേട്ടയാടപ്പെട്ടിട്ടുണ്ട് എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും MGS വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2004-ൽ
ഈ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് പ്രണബ് കുമാർ മുഖർജിക്കുണ്ടായിരുന്ന ജനസ്വാധീനത്തെ പിന്തള്ളിയാണ് മൻമോഹൻ സിംഗിനെ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയാക്കിയത്. തങ്ങളുടെ താല്പര്യത്തിൽ, അതായത് സോണിയാഗാന്ധിയുടെയും നെഹ്റു കുടുംബത്തിന്റെയും ഒക്കെ താല്പര്യത്തിന് വഴങ്ങി നിൽക്കുന്ന ആളുകളെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നേരത്തെ തന്നെ നെഹ്റു കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നരസിംഹറാവു എന്നും കോൺഗ്രസ് നെഹ്റു കുടുംബത്തിലെ അഭിമതനായി നിന്ന ഒരു വ്യക്തിയായിരുന്നു. ഇനി അത്തരത്തിലൊരു കാര്യം സംഭവിക്കാൻ പാടില്ല എന്നൊരു താല്പര്യം നെഹ്റു കുടുംബത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മൻമോഹൻ സിംഗിനെ, അതായത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും പ്രവർത്തിക്കാത്ത ആളെ പ്രധാനമന്ത്രിയാക്കണമെന്ന താല്പര്യത്തോടു കൂടിയിട്ടായിരുന്നു 2004 മൻമോഹൻ സിംഗിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്നതുൾപ്പെടെയുള്ള രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും വിമർശിക്കാനുള്ള ഒരു ആർജവം MGS കാണിച്ചിരുന്നു. നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നതും വ്യത്യസ്തമാക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. ഇപ്പോൾ നിരവധി ആളുകൾ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ അന്തിമോപചാരം അർപ്പിച്ചു. തോട്ടത്തിന്റെ വീണ്ടൻ MLA ഇപ്പോൾ ഇവിടെ ഉണ്ട്. BJP നേതാവായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് ഉണ്ട്. അങ്ങനെ നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 9:50 കൂടിയിട്ടായിരുന്നു, തന്റെ 93 വയസ്സിൽ 9:50 കൂടിയിട്ടായിരുന്നു അദ്ദേഹം തന്റെ വസതി വിക്രമത്തിൽ മരണത്തിന് കീഴടങ്ങുന്നത്. രാവിലെ മുതൽ സമയം വരെ 3:40 വരെയൊക്കെ വീട്ടിൽ അന്തിമോപചാരം ഉണ്ടായിരുന്നു. പോലീസിലെ ഗാർഡ് ഓഫ് ഓൺ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കോഴിക്കോട് മാവൂർ റോഡുള്ള ശ്മശാനത്തിലേക്ക് അദ്ദേഹത്തിന്റെ മൃതശരീരം എത്തിച്ചിട്ടുള്ളത്. ഇവിടെ 100 ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി തടിച്ചുകൂടിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ഇത് ഇലക്ട്രിക് ശ്മശാനമാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കും. അന്തരിച്ച പ്രശസ്ത ചരിത്രകാരൻ MGS നാരായണൻ്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം നടക്കും. കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനമായ സ്മൃതി പഥത്തിൽ ആണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം നടക്കുക.